സംഗീതാസ്വാദകരെ 6 പതിറ്റാണ്ട് തന്റെ സ്വരം കൊണ്ട് നിർവൃതിയിലാറാടിച്ച പ്രിയ ഗായികയ്ക്ക് രാജ്യം വിട നൽകുന്നു. മൈസൂരുവിലെ മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 4:30-ന് മൈസൂരുവിലെ കനിയനഹുണ്ടി ഫാം ഹൗസിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കഴിഞ്ഞ ദിവസം രാത്രി 7:30-നായിരുന്നു ജാനകിയമ്മ വിട പറഞ്ഞത്. 88 വയസ്സായിരുന്നു. മൈസൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 20ഓളം ഭാഷകളിലായി 40,000-ലേറെ ഗാനങ്ങൾ. 6 പതിറ്റാണ്ടോളം സംഗീത ലോകത്ത് നിറഞ്ഞുനിന്ന പ്രതിഭ. വിടവാങ്ങിയെങ്കിലും ശബ്ദത്തിലെ വൈവിധ്യവും ഭാവപ്രകടനവും കൊണ്ട് ജാനകിയമ്മ വികാരസമ്പന്നമാക്കിയ അനശ്വര ഗാനങ്ങൾ ആസ്വാദക ഹൃദയങ്ങളിൽ സ്വരമഴയായി പെയ്തുകൊണ്ടേയിരിക്കും. നെറ്റിയിൽ നീണ്ട ഇരട്ടക്കുറി വരച്ച് നരച്ച മുടിയിഴകൾ അലസമായി കെട്ടിയൊതുക്കി നിഷ്കളങ്കമായ നിറഞ്ഞ ചിരിയുമായി ഗാനലോകത്ത് വിരാജിച്ച എസ് ജാനകി എന്ന ജാനകിയമ്മ മൗനമായിരിക്കുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 20ഓളം ഭാഷകളിലായി 40,000-ലേറെ ഗാനങ്ങൾ പാടി ചലച്ചിത്ര സംഗീത ലോകത്ത് 6 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന സ്വരമാധുര്യത്തിനാണ് അന്ത്യമാകുന്നത്. വ്യത്യസ്തതയാർന്ന ശബ്ദം തന്നെയായിരുന്നു ജാനകിയമ്മയുടെ സവിശേഷത. സംഗീതം ശാസ്ത്രീയമായി അത്രയൊന്നും അഭ്യസിച്ചിട്ടില്ലാത്ത ജാനകി ഏതു പിച്ചിലും ശ്രുതിശുദ്ധമായി പാടി. ആയിരത്തി 1938 ആന്ധ്രാപ്രദേശിൽ ജനിച്ച എസ് ജാനകി 1957 19-ാം വയസ്സിൽ വിധീൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിലൂടെയാണ് അരങ്ങേറിയത്. ആ വർഷം മുതൽ മലയാള സിനിമയിലും സജീവമായി. മിന്നുന്നതെല്ലാം പൊന്നല്ല ആയിരുന്നു ആദ്യ ചിത്രം. MS ബാബുരാജ്, ദക്ഷിണാമൂർത്തി, ശ്യാം, MB ശ്രീനിവാസൻ തുടങ്ങിയ സംഗീത സംവിധായകരുടെ കീഴിൽ 100 കണക്കിന് ഗാനങ്ങൾ ആലപിച്ചു. 2017 മൈസൂരുവിൽ സംഗീത കച്ചേരി നടത്തിയാണ് സംഗീത രംഗത്തു നിന്നും വിരമിച്ചത്. അവസാനം ആലപിച്ച സിനിമാ ഗാനം 2016 മലയാളത്തിലായിരുന്നു. 4 തവണ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടി. വിവിധ സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 30-ലേറെ തവണ ഏറ്റുവാങ്ങി. 2013 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചെങ്കിലും തെന്നിന്ത്യൻ കലാകാരന്മാരോടുള്ള അവഗണന ചൂണ്ടിക്കാട്ടി നിരസിച്ചു. തെന്നിന്ത്യയുടെ വാനമ്പാടി വിടവാങ്ങിയെങ്കിലും ശബ്ദത്തിലെ വൈവിധ്യവും ഭാവപ്രകടനവും കൊണ്ട് വികാരസമ്പന്നമാക്കിയ അനശ്വര ഗാനങ്ങൾ ആസ്വാദക ഹൃദയങ്ങളിൽ സ്വരമഴയായി പെയ്തുകൊണ്ടേയിരിക്കും. കൾച്ചറൽ ഡെസ്ക്, ദൂരദർശൻ.